ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് MSF കോട്ടക്കൽ നിയോജക മണ്ഡലം സമ്മേളനം മെയ് 23, 24, 25, 26 തീയതികളിലായി വളാഞ്ചേരി CH അബു യൂസുഫ് ഗുരുക്കൾ സ്ക്വയറിൽ വെച്ച് നടക്കും. ആദ്യ ദിവസമായ മെയ് 23 വൈകുന്നേരം 4 മണിക്ക് മുസ്ലിം ലീഗ് നേതാവും കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന CH ഗുരുക്കളുടെ ജന്മനാടായ കാട്ടുപരുത്തിയിൽ നിന്നും കൊടിമര ജാഥ ആരംഭിച്ച് വളാഞ്ചേരിയിൽ കൊടിമരം നാട്ടും. പതാക ഉയർത്തൽ ചടങ്ങ് അന്നേ ദിവസം നടക്കും. രണ്ടാം ദിവസമായ മെയ് 24 വൈകുന്നേരം 7 മണിക്ക് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെയും പഴയ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിലുമായി MSF പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുൻകാല നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന തലമുറ സംഗമം നടക്കും. മൂന്നാം ദിവസമായ മെയ് 25 വൈകുന്നേരം 3 മണിക്ക് കാവുംപുറത്ത് നിന്നും ആരംഭിക്കുന്ന നവാഗത റാലിയും പൊതുസമ്മേളനവും നടക്കും. നാലാം ദിവസമായ മെയ് 26 വൈകുന്നേരം 7 മണിക്ക് പ്രതിനിധി സമ്മേളനം നടക്കും. 4 ദിവസങ്ങളിൽ വിവിധ സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ MSF സംസ്ഥാന വിംഗ് കൺവീനർ ഷമീർ എടയൂർ, MSF ടെക്ഫെഡ് സംസ്ഥാന ചെയർമാൻ ജലീൽ കാടാമ്പുഴ, MSF കോട്ടക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റൌഫ്, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പാലാറ, വൈസ് പ്രസിഡന്റുമാരായ റിഫാഖത്ത് അലി എടയൂർ, ഹക്കീം പൈങ്ങണ്ണൂർ എന്നിവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഒപ്റ്റോമെട്രിസ്റ്റ് ആയാല് ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അസിസ്റ്റന്റിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടല്ലോ. അതെന്താ ഒഫ്താൽമോളജിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കരിയർ ഇല്ല? അത് ഞാനും കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെയല്ല. കാരണം നമ്മുടെ പാരാമെഡിക്കൽ ഫീൽഡിൽ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ലേ ഒപ്റ്റോമെട്രി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വിഷൻ തെറാപ്പി സെൻറ്ററും റിഹാബിലിറ്റേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ കോണ്ടാക്ട് ലെൻസ്, പ്രോസ്തറ്റിക്കായി ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ? ഇതുകൊണ്ട് സ്വന്തമായിട്ടൊരു നിലയിലൊക്കെ എത്താൻ പറ്റുമല്ലേ? അപ്പോൾ ചോദിച്ചിരുന്നു ഒപ്റ്റോമെട്രി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ്. അതിന് നമ്മുടെ ഇസ്ലാം ഉണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അഡീഷണലി നമുക്ക് ഈ വീക്കിലി കിട്ടുന്ന കേസ് പ്രസൻറ്റേഷൻസും അതുപോലെ ഈ ക്യാമ്പ്സും ഒക്കെ സ്റ്റുഡൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇസ്ലാം എന്ന ബെസ്റ്റ്.